അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 14 മുതൽ 27 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. കിം മേ ഗൃഹേണ വിത്തേന ഭാര്യയാ ച സ്വരൂപയാ വിരാഗമനസഃ കാമം ഗുണാതീതസ്യ പാർത്ഥിവ. ചിന്ത്യസേ വിവിധാകാരം നാനാരാഗസമാകുലം. ദംഭോയം കില തേ ഭാതി വിമുക്തോസ്മീതി ഭാഷസേ. കദാചിച്ഛത്രുജാ ചിന്താ ധനജാ ച കദാചന. കദാചിൽ സൈന്യജാ ചിന്താ നിശ്ചിന്തോസി കദാ നൃപ. വൈഘാനസായേ മുനയോ മിതാഹാരാജിതവ്രതാ. തേപി മുഹ്യന്തി സംസാരേ ജാനന്തോപി ഹ്യസത്യതാം. തവ വംശസമുദ്ധാനം വിദേഹാ ഇതി ഭൂപതേ. കുടിലം നാമ ജാനീഹി നാന്യഥേതി കദാചന. വിദ്യാധരോ യഥാ മൂർഖോ ജന്മാന്ധസ്തു ദിവാകര. ലക്ഷ്മീധരോ ദരിദ്രശ്ച നാമ തേഷാം നിരർത്ഥകം. തവ വംശോദ്ഭവാ യേ യേ ശ്രുതാ പൂർവേ മയാ നൃപ. വിദേഹാ ഇതി വിഖ്യാതാ നാമത കർമ്മതോ നതേ. നിമിനാമാ ഭവദ്രാജ
പൂർവം തവ കുലേ നൃപ യജ്ഞാർത്ഥം സതുരാജർഷിർ വസിഷ്ഠം സ്വഗുരും മുനിം നിമന്ത്രയാമാസ തദാ തമുവാച നൃപം മുനി നിമന്ത്രിതോസ്മി യജ്ഞാർത്ഥം ദേവേന്ദ്രേണാധുനാ കില കൃത്വാ തസ്യ മഖം പൂർണ്ണം കരിഷ്യാമി തവാപി വൈ താവൽ കുരുഷ്വ രാജേന്ദ്ര സംഭാരം തു ശനൈ ശനൈ ഇത്യുക്ത്വാ നിര്യയൗ സോധ മഹേന്ദ്രയജനേ മുനി നിമിരന്യം ഗുരും കൃത്വാ ചകാര മഖമുത്തമം തച്ഛ്രുത്വാ കുപിതോത്യർത്ഥം വസിഷ്ഠോ നൃപതിം പുനാ ശശാപ ച പതത്വദ്യാ ദേഹസ്ഥേ ഗുരുലോപക രാജാപി തം ശശാപാധ തവാപി ച പതത്വയം അന്യോന്യശാപാൽപതിതൗ താവേവ ച മയാ ശ്രുതം വിദേഹേന ച രാജേന്ദ്ര കഥം ശപ്തോ ഗുരുസ്വയം വിനോദ ഇവ മേ ചിത്തേ വിഭാതി നൃപസത്തമ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 14 മുതൽ 27 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ ഭാഷാഗാനമായി മലയാള തർജ്ജമയായി പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ത്രിഗുണത്തെ ജയിച്ചതാം വിരക്തനാകുമെനിക്കു ഗൃഹധന ഭാര്യാദിയിൽ കിം പ്രയോജനം. വിവിധമാഗ്രഹത്താൽ ആവിധത്താൽ ചിന്തിക്കുന്നു വിമുക്തനാണു താനെന്നു പറഞ്ഞിടുന്നു. ചിലപ്പോൾ ശത്രുവിൻ ചിന്ത ധനചിന്ത സൈന്യചിന്ത എപ്പോഴാണു നിശ്ചിന്തനായി ഇരിപ്പു ഭവാൻ. മിതാഹാരികളായി വ്രതങ്ങളെ ജയിച്ചവർ വൈഖാനസന്മാരെന്നുള്ള മുനി പുങ്കവർ. അവർ പോലും അസത്യമെന്നറിഞ്ഞിട്ടും പലപ്പോഴും പ്രാപഞ്ചിക വിഷയത്തിൽ മോഹിച്ചിടുന്നു. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. തവ വംശേ പിറന്നവർക്കുള്ളതാകും കപടമാം നാമം മാത്രം വിദേഹനെന്നറിഞ്ഞിടുക. മൂഢനാണെങ്കിലും അവൻ വിദ്യാധരൻ അതുപോലെ അന്ധൻ തൻ്റെ നാമമോ ദിവാകരനെന്നും. ദരിദ്രനു പേരോ ലക്ഷ്മീധരനെന്നും ഇത്തരത്തിൽ അവർക്കെല്ലാം നാമം വെറും അർദ്ധശൂന്യം താൻ. അങ്ങയുടെ വംശത്തിലെ എല്ലാവരും വിദേഹന്മാർ കർമ്മം കൊണ്ടല്ലയതു പേരിനാൽ മാത്രം താൻ. അമ്മേ ദേവി ഭഗവതി
അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അങ്ങയുടെ വംശത്തിലെ നിമിയെന്ന രാജരാജൻ യജ്ഞത്തിനായി കുലഗുരു വസിഷ്ഠനെയും ക്ഷണിച്ചപ്പോൾ മുനി ചൊല്ലി ദേവേന്ദ്രനോ യാഗത്തിനായി എന്നെ ഇപ്പോൾ ക്ഷണിച്ചതാം സമയമല്ലോ. ദേവേന്ദ്രന്റെ യാഗത്തിനു ശേഷം തവ യാഗം ചെയ്യാം. അതിനായി സാമഗ്രികൾ സംഭരിച്ചോളൂ. വസിഷ്ഠന്റേവം ചൊല്ലി യാത്രയായി നിമിതാനുമേ മറ്റൊരാളെ ഗുരുവാക്കി യാഗം നടത്തി. കാര്യമറിഞ്ഞ നേരം വസിഷ്ഠനോ കോപിഷ്ഠനായി നിന്റെ ദേഹം നശിക്കട്ടെ എന്നു ശപിച്ചു. രാജാവും ശപിച്ചു അതുപോലെ തന്നെ. അതിനാലെ രണ്ടുപേരും മരിച്ചുപോയി ഞാൻ കേട്ടിട്ടുണ്ട്. വിദേഹനേതു വിധത്തിൽ ഗുരുനാഥനെ ശപിച്ചു. വിനോദമായി തോന്നുന്നീതു എനിക്കും രാജൻ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു നാമാംബികേ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി നമ്മൾ പാരായണം ആരംഭിച്ചിട്ട് ഇന്ന് 98ാമത്തെ ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിൽ 19ാമത്തെ അധ്യായത്തിൽ 14 മുതൽ 27 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്, അല്ലെങ്കിൽ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടിയതും. ഇനി അതിനെ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുകയാണ്. ഇവിടെ വാക്കുകൾ സാക്ഷാൽ ശ്രീശുഖബ്രഹ്മർഷിയുടേതാണ്. ശ്രീശുഖബ്രഹ്മർഷി തൻ്റെ ചിന്തകൾ, തൻ്റെ സംശയങ്ങൾ ജനക മഹാരാജാവുമായി പങ്കുവയ്ക്കുന്നതായിട്ടുള്ള രംഗങ്ങൾ. അതിലാദ്യത്തെ 13 ശ്ലോകങ്ങൾ നമ്മൾ ഇന്നലെ അനുസ്മരിച്ചു. ഇനി 14 മുതൽ 27 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് അനുസ്മരിക്കുന്നത്. കിം മേ ഗൃഹേണ വിത്തേന ഭാര്യയാ ച സ്വരൂപയാ വിരാഗമനസ കാമം ഗുണാതീതസ്യ പാർത്ഥിവ. ഹേ രാജാവേ പാർത്ഥിവ, ത്രിഗുണങ്ങളെ കടന്ന് വിരക്തനായി തീർന്ന എനിക്ക്, കിം മേ ഗൃഹേണ വിത്തേന ഭാര്യയാ ച സ്വരൂപയാ, ഗൃഹം, ധനം, സുന്ദരിയായ ഭാര്യ
എന്നിവ കൊണ്ട് എന്താണ് പ്രയോജനം? വിരാഗമനസഹ, ഞാൻ വിരക്തനാണ്. ഇപ്പൊ വിരക്തനായി ത്രിഗുണങ്ങളെ ജയിച്ച എനിക്ക് ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനമാണുള്ളത്? ചിന്ത്യസേ വിവിധാകാരം നാനാരാഗ സമാകുലം ദംഭോയം കിലതേ ഭാതി വിമുക്തോസ്മീതി ഭാഷസേ. പല പല ആഗ്രഹങ്ങൾ തിങ്ങി നിറഞ്ഞ് പല പല പ്രകാരത്തിൽ അങ്ങ് ചിന്തിക്കണം. പക്ഷേ ആഗ്രഹങ്ങൾക്ക് അതിരോ ചിന്തയ്ക്ക് ഏകാഗ്രതയോ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം. ഞാൻ വിമുക്തനാണെന്ന് പറയുക, ഇത് ഏറ്റവും വലിയ തെറ്റാണ്. അങ്ങ് വിമുക്തനായിട്ടില്ല. കഥാചിത് ശത്രുജാ ചിന്ത, അല്ലേ? ചില സമയത്ത് ശത്രുവിനെ കുറിച്ചുള്ള ചിന്ത. ധനജാച കഥാചന, മറ്റു ചിലപ്പോൾ ധനത്തെക്കുറിച്ച്. കഥാചിൽ സൈന്യജാ ചിന്ത, ചിലപ്പോൾ സൈന്യത്തെക്കുറിച്ചുള്ള ചിന്ത. നിശ്ചിന്തോസി കഥാ നൃപ. അപ്പൊ എപ്പോഴാണ് അങ്ങക്ക് നിശ്ചിന്തനായി ഇത്തരത്തിലുള്ള ചിന്തകളൊന്നുമില്ലാതെ വിദേഹനായി ദേഹബോധങ്ങളില്ലാതെ വിമുക്തനായി വിരക്തനായിരിക്കാൻ സാധിക്കുന്നത്? അങ്ങ് ഇതിലൊക്കെ ആസക്തനാണ് എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇത്തരത്തിൽ അങ്ങ് വിമുക്തനാണെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്, ഏറ്റവും വലിയ ഭോഷ്കാണ് എന്നവിടെ സൂചിപ്പിക്കുന്നു. വൈഘാനസ യേ മുനയോ മിതാഹാരാജിതവ്രതാഹ തേപി മുഹ്യന്തി സംസാരേ ജാനന്തോപി ഹ്യസത്യത. അപ്പൊ ആഹാരത്തിൽ മിതാഹാരികളും ജിതവ്രതന്മാരുമായിരിക്കുന്ന ആളുകൾ, ഇപ്പൊ മിതത്വം പാലിക്കണു ഭക്ഷണത്തിൽ, അതേപോലെ വ്രതത്തെ ജയിക്കണു, ഇങ്ങനെയുള്ള മുനികളാണ് വൈഘാനസന്മാര്. അവർ പോലും സത്യം തിരിച്ചറിഞ്ഞ ആളുകൾ, ഈ പ്രപഞ്ചം അസത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും അവർ ഇത്തരം പ്രാപഞ്ചികമായ ലൗകികമായ വിഷയങ്ങളിൽ മോഹിച്ചു പോകുന്നു എന്നിരിക്കെ അങ്ങക്ക് എങ്ങനെയാണ് ഈ വിമുക്തി എന്ന തലത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്? തവ വംശസമുദ്ധാനാം വിദേഹ ഇതി ഭൂപതേ കുടിലം നാമ ജാനീഹി നാന്യഥേതി കദാചന. അങ്ങയുടെ ഈ വിദേഹ നാമം തന്നെ സത്യത്തിൽ അങ്ങയുടെ കർമ്മം കൊണ്ടല്ല, അങ്ങയുടെ ജന്മം കൊണ്ടുണ്ടായതാണെന്നാണ്. അങ്ങയുടെ വംശത്തിൽ പിറന്ന ആളുകൾക്കുള്ള കപടനാമമാണ് കുടിലം നാമ ജാനീഹി എന്ന് മനസ്സിലാക്കൂ. ഈ വിദേഹൻ എന്നുള്ളത് മറ്റൊന്നുമല്ല, നാന്യഥേതി കദാചന. എന്നിട്ട് ഉദാഹരണം പറയാണ്, വിദ്യാധരോ യഥാ മൂർഖോ ജന്മാന്ധസ്തു ദിവാകര ലക്ഷ്മീധരോ ദരിദ്രശ്ച നാമ തേഷാം നിരർത്ഥകം. ഒരു വിഡ്ഢി, ഇവിടെ മൂർഖൻ എന്ന് പറഞ്ഞാൽ വിഡ്ഢി എന്നാണ് അർത്ഥം. വിഡ്ഢിയാണ്, പക്ഷെ പേരെന്താ? വിദ്യാധരൻ. ജന്മനാ അന്ധനാണ്, ജന്മാന്ധസ്തു എന്താ പേര്? ദിവാകരൻ, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നവൻ. അയാൾക്ക് കണ്ണു കാണാൻ വയ്യ. പിന്നെയോ ദരിദ്രനാണ്, പക്ഷെ അയാളുടെ പേരെന്താ? ലക്ഷ്മീധരൻ എന്നാണ്. അപ്പൊ അയാൾക്ക് ലക്ഷ്മി ഐശ്വര്യമില്ല, പക്ഷേ അയാളുടെ പേരങ്ങനെയാണ്. ഇതേപോലെ ഈ പേരുകൾ അർത്ഥശൂന്യമാണ്. അതേപോലെ തന്നെ അങ്ങയുടെ വിദേഹനാമവും കുടിലം നാമജാനീഹി കപടനാമമാണ് എന്ന് മനസ്സിലാക്കൂ. തവ വംശോദ്ഭവായേ ശ്രുത പൂർവേ മയാ നൃപ. അങ്ങയുടെ വംശത്തിൽ ജനിച്ചവരായി ഞാൻ കേട്ടിട്ടുള്ള രാജാക്കന്മാർ മുഴുവൻ എന്തായിരുന്നു? വിദേഹ ഇതി വിഖ്യാത, വിദേഹന്മാർ എന്ന് വിഖ്യാതരായിരുന്നു, അറിയപ്പെട്ടിരുന്നവരായിരുന്നു. നാമത കർമ്മ തോന്നത്തെ. അപ്പൊ ആരും കർമ്മം കൊണ്ട് വിദേഹരല്ല, വെറും ജന്മം കൊണ്ട് നാമം കൊണ്ട് മാത്രം വിദേഹന്മാർ എന്ന് അറിയപ്പെടുന്നവർ മാത്രമാണ്. എന്നിട്ട് അതിനുള്ള കഥ, എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ വിദേഹന്മാരായത് എന്നുള്ള കഥ പറയുകയാണ്. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന കഥ, നിമി മഹാരാജാവിൻ്റെ കഥ. നിമിനാമാഭവദ്രാജ പൂർവം തവ കുലേ നൃപ. ഹേ രാജാവേ, പണ്ട് നിമി എന്ന പേര് അങ്ങയുടെ വംശത്തിലുള്ള ഒരു രാജാവിന് മുമ്പുണ്ടായിരുന്ന ഒരു രാജാവിൻ്റെ പേര് നിമി എന്നായിരുന്നു. അങ്ങനെ യജ്ഞാർത്ഥം സ്വതു രാജർഷിർ വസിഷ്ഠം സ്വഗുരം മുനിം. ആ രാജർഷി യജ്ഞം നടത്താൻ വേണ്ടിയിട്ട് തൻ്റെ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ നിമന്ത്രയാമാസ, ക്ഷണിച്ചു. തഥാ തമുവാച നൃപം മുനി. അപ്പൊ ആ രാജാവിനോട് മുനി എന്തു പറഞ്ഞു? നിമന്ത്രിതോസ്മി യജ്ഞാർത്ഥം ദേവേന്ദ്രേണാധുനാ കില. ഇപ്പൊ യജ്ഞം നടത്താൻ വേണ്ടിയിട്ട് ദേവേന്ദ്രൻ എന്നെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചേക്കാണ്.
അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് കൃത്വാ തസ്യ മഖം പൂർണ്ണം കരിഷ്യാമി തവാപി വൈ, അവിടെ പോയി ആ യജ്ഞമൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് രാജാവെ അങ്ങയുടെ യജ്ഞം നടത്തിത്തരാം. ആ സമയം വരെ എന്ത് വേണം? താവത് കുരുഷ്വ രാജേന്ദ്ര സംഭാരം തു ശനൈ ശനൈ, ആ യാഗത്തിന് വേണ്ട ഓരോ സാധനങ്ങളും അങ്ങ് സംഭരിച്ച് തയ്യാറാക്കി വെക്കുക. അപ്പോഴേക്കും ഞാൻ ദേവലോകത്ത് പോയി ദേവേന്ദ്രന് വേണ്ടി യജ്ഞമൊക്കെ നടത്തിയിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞ് ഇത്യുക്ത്വാ നിര്യയോ സോധ മഹേന്ദ്രയജനേ മുനി, മഹേന്ദ്രന്റെ ദേവേന്ദ്രന്റെ യജ്ഞത്തിനായിട്ട് വസിഷ്ഠൻ സ്വർഗത്തിലേക്ക് പോയി. നിമിരന്യം ഗുരും കൃത്വ, വേറൊരാളെ ഗുരുവായിട്ട് തീർച്ചപ്പെടുത്തിയിട്ട് ചകാര മഖമുത്തമം, ഉത്തമം മഖം ചകാര, ഏറ്റവും വിശേഷമായിട്ടുള്ള ഒരു യജ്ഞം നടത്തി. വസിഷ്ഠനെയാണ് ആദ്യം ക്ഷണിച്ചത്. വസിഷ്ഠൻ അപ്പോൾ ഒഴിവില്ല പറഞ്ഞു, ഞാൻ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ നിമി കാത്തു നിന്നില്ല. ശുഭസ്യ ശീഘ്രം എന്നുള്ള പ്രമാണമനുസരിച്ച് നിമി മഹാരാജാവ് മറ്റൊരു ഗുരുനാഥനെ സ്വീകരിച്ച് ഉത്തമമായ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു യാഗം നടത്തുകയും ചെയ്തു. തച്ഛുത്വാ കുപിതോത്യർത്ഥം വസിഷ്ഠോ നൃപതിം പുനാ ശശാപച പദത്വദ്യ ദേഹസ്ഥേ ഗുരുലോപക. ദേഷ്യം വന്നു വസിഷ്ഠന്, വിവരറിഞ്ഞു. തച്ഛുത്വ, അത് കേട്ടിട്ട് കോപിച്ച് വസിഷ്ഠൻ രാജാവിനെ ശപിച്ചു. ഗുരുനിന്ദക, ഗുരുലോപക എന്നാണ്. ഗുരുനിന്ദ ചെയ്തവനെ, നിനക്ക് ദാ നിന്റെ ദേഹം ഇപ്പോ തന്നെ പതത്വദ്യ ദേഹസ്ഥേ, നിന്റെ ശരീരം ഇപ്പോൾ വീണു പോകട്ടെ എന്ന് ശപിക്കുന്നു. രാജാപി തം ശശാപാധ തവാപിച്ച പദത്വയം അന്യോന്യശാപാൽ പതിതൗ താവേവ ച മയാശ്രുതം. രാജാവ് അദ്ദേഹത്തെ തിരിച്ച് അങ്ങോട്ട് ശപിച്ചു, അങ്ങയുടെ ദേഹവും ഇതേപോലെ വീണുപോകട്ടെ എന്നെ പോലെ. ആ അന്യോന്യശാപാൽ രണ്ടുപേരും ദാ മരിച്ചു വീണു എന്ന് മയാശ്രുതം, ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. അപ്പോ വിദേഹേനച്ച രാജേന്ദ്ര കഥം ശബ്ദോ ഗുരുസ്വയം വിനോദ ഇവമേ ചിത്തെ വിഭാതി നൃപസത്തമ. വിദേഹൻ എങ്ങനെയാണ് ഗുരുവിനെ ശപിച്ചു എന്നുള്ളത് അതെനിക്ക് വലിയ അത്ഭുതം തോന്നുന്നു എന്ന് അവിടെ സൂചിപ്പിക്കുകയാണ്. ഈ നിമി മഹാരാജാവ് പിന്നീട് ദേവേന്ദ്രന്റെ അല്ലെങ്കിൽ ദേവന്മാരുടെ അനുഗ്രഹത്തോടു കൂടി മനുഷ്യരുടെ ഉന്മീലന നിമീലനങ്ങളിൽ കണ്ണടക്കുകയും തുറക്കുകയും ചെയ്യുന്നതിന് ഭാഗമായിട്ട് മനുഷ്യരുടെ ആ കൺപോളകളിലിരുന്നു എന്ന് സജ്ജനങ്ങൾ പറയാറുണ്ട്. ആ കഥയൊന്നും ഇവിടെ പറയണില്ല. പിന്നീട് ആ നിമിയുടെ ദേഹം മഥനം ചെയ്തപ്പോൾ ഒരു കുമാരനുണ്ടായി എന്നും ആ കുമാരനാണ് ആദ്യത്തെ വിദേഹൻ. പിന്നീട് ആ വംശത്തിലുള്ള ആളുകളെ മുഴുവൻ വിദേഹന്മാർ എന്ന് വിളിക്കാൻ തുടങ്ങി എന്നൊക്കെ അവിടെ സൂചിപ്പിക്കുന്നു. അങ്ങനെയുള്ള ആ 27ാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. നാളെ ജനകന്റെ മറുപടിയായിട്ടുള്ള ഭാഗങ്ങളാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുക. 28ാമത്തെ ശ്ലോകം മുതൽ 39 കൂടിയുള്ള ശ്ലോകങ്ങൾ അത് ജനക മഹാരാജാവിൻ്റെ വാക്കുകളാണ്. അതോടൊപ്പം തന്നെ ജനകന്റെ വാക്ക് കേട്ട് ശുകൻ എന്തു ചെയ്തു എന്നുള്ളതൊക്കെ സൂതൻ നമുക്ക് പറഞ്ഞു തരുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം
പുണ്യം ഭഗവതി തൻ്റെ കഥ ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല ഭദ്രേ അത്ഭുതമാം ലീല ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു.
സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.